ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ കലിയുഗത്തിൻ്റെ സ്റ്റാർട്ടപ്പ്, അതായത് വിനാശത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇയേഴ്സ്. നമ്മുടെ നവഗ്രഹങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് 2025, അതായത് ഈ വർഷം മാർച്ച് മുതൽ 2028 മാർച്ച് വരെ വളരെ ആപത്കരമായിട്ടുള്ള, അതേപോലെ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇത് ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് ഒരു കൊറോണ കാലം നമ്മളെല്ലാവരും അനുഭവിച്ചു. വളരെ വളരെ കഷ്ടതമാർന്ന ദുഃഖകരമായ പല വാർത്തകളും നാം കണ്ടു, കേട്ടു. പക്ഷേ അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത്. കാരണം ഇത് സിദ്ധന്മാർ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അവർ പറഞ്ഞത് നടന്നിട്ടുള്ളതാണ്, നടക്കുന്നതാണ്, ഇനി അങ്ങ് നടക്കും. കാരണം അങ്ങനെയാണ് അവരുടെ ഓരോ ലിഖിതങ്ങൾ, ഓലച്ചുവടികൾ. ഇപ്പോൾ കഴിഞ്ഞ കലിയുഗത്തിൽ ഇതേ ദിവസം, ഇതേ സമയം, ഇതേ മാസം, ഇതേ വർഷം ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നു. അടുത്ത കലിയുഗത്തിൽ സെയിം തന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഇതേ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു റൂട്ടീൻ ബേസാണ്. നമ്മൾ മനുഷ്യർ ഓരോ ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ ജന്മത്തിലും നമ്മുടെ കർമ്മഫലത്താൽ പൂർവജന്മം നമ്മൾ മറക്കുന്നു. നമ്മൾ ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിൽ ആരായിരുന്നു. കാരണം നമ്മുടെ കർമ്മഫലം അനുസരിച്ച്, അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഇത് മനുഷ്യനിൽ വന്നു ചേർന്നാൽ, അതിൽ ആസക്തി വന്നാൽ നമ്മുടെ പൂർവജന്മങ്ങൾ എന്തായിരുന്നു, ആരായിരുന്നു, എങ്ങനെയായിരുന്നു, ഇതെല്ലാം മറന്നുപോകും. അതായത് ഒരു ബൾബ്, കത്തുന്ന ബൾബിൽ നമ്മൾ പെയിൻറ്റ് വാരി തേച്ച് കഴിഞ്ഞാൽ ആ ബൾബ് എത്ര വോൾട്ടാണെങ്കിലും അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ പ്രകാശം പുറത്തു വരുന്നില്ല. അതുപോലെയാണ് നമ്മുടെ കർമ്മവിനകൾ നമ്മുടെ തേജസ്സിനെ പുറത്ത് കാട്ടാതെ ആ തേജസ്സിൻ്റെ അംശം കുറയ്ക്കുന്നു. അപ്പോൾ സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവർ സത്കർമ്മികൾ തന്നെയാണ്. അവർ ചിരഞ്ജീവികളാണ്. അവർ ഓരോ ജന്മം എടുത്താലും അവർക്കറിയാം സത്യയുഗം തൊട്ട് കലിയുഗം വരെ എന്തൊക്കെ നടക്കും എന്നുള്ളത്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പർവ്വത്തിൽ സത്യയുഗം തൊട്ട് കലിയുഗം സെയിം തന്നെയാണ് നടക്കുന്നത്. അതവർ ഓലച്ചുവടുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോഗർ 7000-ലും ചന്ദ്രനൂലിലും വ്യാസമുനിയുടെ
ഭവിഷ്യപുരാണത്തിലും സ്കന്ദപുരാണത്തിലും അഗ്നിപുരാണത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അതിലൊരു അശയോക്തിയില്ല. ഇപ്പോൾ ഓരോ നോസ്ട്രഡാമസൊക്കെ പ്രവചിക്കുന്നതൊക്കെ ഇത് ഓൾറെഡി നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ചൊരു തൃക്കണ്ണിൻ്റെ ആവശ്യമില്ല. ഇത് ഓൾറെഡി ഇറ്റ്സ് മെൻഷൻ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതേപോലെ ഗ്രഹനിലകൾ വെച്ച് ഇത് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊക്കെ കാലങ്ങളിൽ, ഏതൊക്കെ നിമിഷങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി യഥോചിതം ജീവിതം നല്ല രീതിയിൽ, സാത്വികമായ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തുള്ള കൽമഷനാശം നമുക്ക് അകന്നു നിൽക്കും. അതായത് ഇപ്പോൾ മാർച്ച് ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ വൈറസ് പൊട്ടിമുളയ്ക്കുന്നു. ഈ 2025 മാർച്ച് തൊട്ട് 2028 മാർച്ച് വരെ ഈ പറയുന്ന അണുബാധകളുണ്ടാകും. അതിനുശേഷം യുദ്ധങ്ങൾ പുറപ്പെടും, പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും. ഈ പറയുന്ന സുനാമി, ഉരുൾപൊട്ടൽ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അവർ പൂർണ്ണമായിട്ട് വ്യക്തതയോടെ, സ്ഫുടതയോടെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വർഗീയത ഉണ്ടാവാം, ഇത് അവർ പ്രവചിച്ചിട്ടുള്ളതാണ്. അതേതൊരു മനുഷ്യനും അതൊന്ന് അനലൈസ് ചെയ്താൽ മാത്രം മതി. അതിന് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവിക ശക്തികളൊന്നും ആവശ്യമില്ല, തൃക്കണ്ണിൻ്റെ ആവശ്യമില്ല. അവരെഴുതി വെച്ചത് നമ്മളത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അമാനുഷിക ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാ യുഗത്തിലും നടക്കുന്നത് തന്നെയാണ്. അടുത്ത പർവ്വത്തിലും ഇതേ മാസം, ഇതേ വർഷം 2025 മാർച്ച് ടു 2028 മാർച്ച് മാസം വരെ അടുത്ത പർവ്വത്തിലും ഇതേ ദുരന്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ നാം ഒരു തരത്തിലും നെഗറ്റീവായിട്ട് നിൽക്കാതെ ഈ 2028 കവർ ചെയ്യാൻ നമുക്കൊരേ ഒരു പോംവഴിയേ ഉള്ളൂ, സാക്ഷാൽ ഈശ്വരൻ. ആ ഭഗവാനെ ജപിക്കുകയും ഉപാസിക്കുകയും ഈ ഒരു അപകട നിലയെ റിക്കവർ ചെയ്ത് 2028 കവർ ചെയ്യാനും നമ്മളെക്കൊണ്ട് സാധിക്കണമെങ്കിൽ അത് ഭഗവാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം അത്ര കണ്ട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ന്യൂസ് ചാനൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധങ്ങൾക്ക് ആർത്തി കൂട്ടുന്ന ഒരു സിറ്റുവേഷനാണ് നാം കാണുന്നത്. ഒരിടത്ത് വർഗീയത, ഒരിടത്ത് മതം, ഒരിടത്ത് യുദ്ധം, ഒരിടത്ത് പ്രകൃതി, ഒരിടത്ത് വൈറസുകൾ. അത് പ്രത്യേകിച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ചാനൽ കാണുന്നതാണ്, എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ സിദ്ധന്മാർ ഇത് മുൻകൂട്ടി പറയുന്നത് എന്തുകൊണ്ടെന്നാൽ 2028 കഴിഞ്ഞാൽ, ഈ മാർച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ജീവിച്ചിരിക്കും, ആരൊക്കെ മരിക്കും എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കാമായിട്ട് പോകണമെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി, അതായത് ദൈവിക കണം കൂടിയേ തീരൂ. അതിന് നാം എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ആ ഒരു ഭാവത്തെ ഉൾക്കൊണ്ട് ഈശ്വരാധീനം എല്ലാവരിലും വളർത്തുക, ജപിക്കുക മന്ത്രങ്ങൾ, അവരവരുടെ ഉപാസനാമൂർത്തിയുടെ മന്ത്രങ്ങൾ ജപിക്കുക.
ഉപാസിക്കുക, ഉപചാരങ്ങൾ പറ്റുമെങ്കിൽ ഉപചാരങ്ങൾ ചെയ്യുക. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആരാധനകൾ നടത്തുന്നതോടുകൂടി അവിടെ നമ്മുടെ പ്രസൻസ് കാണിക്കുക. പ്രസൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹായ് ഹൗ ആർ യു എന്ന് പറയുന്നതല്ല. ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ അഷ്ടോത്തരങ്ങളോ അതേപോലെ ശ്രീരുദ്രമോ എല്ലാവരും വന്ന് കൂടിച്ചേർന്ന് ഒരു ഗ്രാമത്തിലെ ആളുകൾ വൈകുന്നേരങ്ങളിൽ കൂടിച്ചേർന്ന് അവിടെ പാരായണം നടക്കുക. ഇപ്പോൾ വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ദേവിയാണെങ്കിൽ ദേവി മഹാത്മ്യവും ലളിത സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുക. കാരണം ക്ഷേത്രങ്ങൾ ശക്തിപ്പെട്ടാൽ ആ ഗ്രാമം ശക്തിപ്പെടും. അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെയും അത് ഗ്രാമവാസികളെ ബാധിക്കാത്ത രീതിയിലാവും. അപ്പോൾ ദൈവാധീനം എവിടെയുണ്ടോ അവിടെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ നല്ല മനസ്സോടെ എടുക്കുക. അപകടങ്ങൾ മുന്നിലുണ്ട്, അതറിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ അത് റിക്കവർ ചെയ്യുവാൻ. നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്കാണ് ഉരുൾപൊട്ടലുണ്ടായത്. എത്രയോ മനുഷ്യരാണ് മണ്ണിനടിയിൽപ്പെട്ടതൊക്കെ നാം കണ്ടിരുന്നു, കേട്ടിരുന്നു. പക്ഷേ ഈ ഒരു ആപത്ത് അതിനേക്കാളും ഭയാനകമാണ്. 8 ദിക്കിൽ നിന്നാണ് ഓരോ അപകടങ്ങൾ വരുന്നത്. ഒരു ദുരന്തം മാത്രമല്ല, പല തരത്തിലുള്ള ദുരന്തങ്ങളായിട്ടാണ് വരുന്നത്. യുദ്ധം, ഉരുൾപൊട്ടൽ, പ്രകൃതി ദുരന്തം, വൈറസുകൾ, വർഗീയത എല്ലാം കൂടി ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അതിനെ മാക്സിമം അതില്ലാണ്ടാക്കാൻ തന്നെ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ ഇതെല്ലാം മാറ്റാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു തലം മുന്നിൽ കണ്ട് നിങ്ങളോട് പറയുന്നത്. സിദ്ധന്മാർ ഇത് എഴുതി വെച്ചെങ്കിലും അതിന് സൊല്യൂഷൻ കൂടി അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാൻ എത്ര വലിയ കഠിനമായ സിറ്റുവേഷനെയും മാറ്റിത്തരാനുള്ള കഴിവുണ്ട്. കാരണം ഭൂമിയുടെ ബാലൻസിങ് നടക്കുകയും ചെയ്യും, മനുഷ്യരാശി അതിൽ രക്ഷപ്പെടുകയും ചെയ്യും. അതാണ് സിദ്ധന്മാർ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ. അതനുസരിച്ച് നാം മുന്നോട്ടുള്ള യാത്രയിൽ ദൈവികത നമ്മളിൽ വളർത്തിയേ തീരൂ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.